all, welcome back to my YouTube channel Sheiba's Ruchiyidam. ഇന്ന് നമുക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി കണ്ടു നോക്കാം. നല്ലൊരു ചിക്കൻ റോസ്റ്റ് ആണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. ഇന്ന് എല്ലാവരും വളരെയധികം ഹെൽത്ത് കോൺഷ്യസ് ആണ്. അതുകൊണ്ട് തന്നെ അധികം ഓയിലും മസാലയും ഒക്കെ എല്ലാവരും അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അധികം ഓയിലും മസാലയും എരിവും ഒന്നും ചേർക്കാതെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ചിക്കൻ റോസ്റ്റ് ആണ് ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് ആവശ്യമായ പ്രോട്ടീനിന് വേണ്ടിയിട്ട് നമ്മൾ ചിക്കനും ഫിഷും ഒക്കെ ധാരാളം കഴിക്കണം. അത് കൂടുതൽ മസാലയൊക്കെ ചേർത്ത് കഴിക്കുമ്പോൾ അൺഹെൽത്തി ആയി തീരും. അപ്പോൾ അതെല്ലാം അവോയ്ഡ് ചെയ്ത് നല്ല ടേസ്റ്റി ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഈ ചിക്കൻ റോസ്റ്റ് എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇന്ന് ഞാൻ ഹെൽത്തി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് 3/4 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അധികം സ്പൈസസോ മുളക് പൊടിയോ ഒന്നും ഞാനിതിൽ ചേർക്കുന്നില്ല. ഇതിലേക്ക് ഇനി എന്തെല്ലാം ചേരുവകളാണ് ചേർക്കേണ്ടതെന്ന് നോക്കാം. 2 പച്ചമുളക് ആദ്യം തന്നെ ഇട്ട് കൊടുക്കാം. അത് ഞാൻ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. എരിവിന് ഞാൻ ഇതിൽ പച്ചമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പം നമുക്കൊരു 3 എണ്ണം ഇടാം. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി നല്ലവണ്ണം കഴുകിയെടുത്ത് തരുന്നുണ്ട്. നമുക്ക് ചെറിയൊരു കഷ്ണം പട്ട, 3-4 കഷ്ണം ഗ്രാമ്പു, കുറച്ച് പെരിഞ്ജീരകം, ഒരു കഷ്ണം ഏലക്ക. ഇത് നമുക്കൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് തിരുമ്മി കൊടുക്കാം. ഇതുപോലെ നല്ലവണ്ണം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ചട്ടിയിൽ വെച്ച് വേവിക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. എപ്പോഴും സ്ലോ കുക്കിംഗ് ആണ് ടേസ്റ്റ് കൂടുതൽ. അല്ലാത്തവർക്ക് കുക്കറിൽ വെച്ച് ഒരു 2 വിസിൽ കേൾപ്പിക്കാം. ഞാനിപ്പോൾ ഒരു കുക്കറിലേക്ക് ഇത് മാറ്റുവാണ്. ഇപ്പോൾ ഇതുപോലെ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് 2 വിസിലടിക്കുന്നത് വരെ വേവിച്ചെടുക്കാം. ഇപ്പോൾ കുക്കറിൽ ചിക്കൻ 2 വിസിലടിച്ച് അത് ഇറക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. ഇത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 സവാള ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് നല്ലവണ്ണം വഴറ്റിയെടുക്കാം. ചിക്കനകത്ത് ഉപ്പിട്ട് വേവിച്ചത് കൊണ്ട് വെജിറ്റബിൾസിന് ആവശ്യമുള്ള ഉപ്പ് മാത്രം മതി. 1/2 ടേബിൾ സ്പൂൺ ഉപ്പിടാം. നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം. നേരത്തെ അധികം എരിവില്ലാത്ത പച്ചമുളകായിരുന്നു 3 എണ്ണം ഇട്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ 1 പച്ചമുളകും കൂടി ഇടുവാണ്. അധികം എരിവുള്ളതാണെങ്കിൽ ഇടേണ്ട കാര്യമില്ല. 2 ക്യാപ്സിക്കം കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതും കൂടി ഇടാം. നീളത്തിൽ അരിഞ്ഞ 2 തക്കാളിയും കൂടി ഇടാം. എല്ലാം കൂടി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഒന്ന് വാടി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇടാം. ഇപ്പോൾ ആവശ്യത്തിനുള്ള വെജിറ്റബിളുമായി പ്രോട്ടീനിന് വേണ്ടിയിട്ട് ചിക്കനുമായി നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു റോസ്റ്റാണിത്. കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ നമ്മളിത് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരു മിനിറ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇടാം. ഒരുപാട് എരിവൊന്നും വേണ്ട.
നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വെള്ളമൊക്കെ ഏകദേശം വറ്റി നല്ലൊരു റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് മല്ലിയില ഇടാം. ഇപ്പോൾ നമ്മുടെ വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഈസി ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കാനും പറ്റും. ഇത് ചപ്പാത്തിക്കോ ചോറിനോ ഒക്കെ കോമ്പിനേഷനായിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. എല്ലാവരും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.